എന്ത് പറ്റിടാ? വരാം എന്തൊക്കെ പറയാലും ഇന്ന് അവന്മാര് കേവി ആയിട്ട് സിറ്റുവേഷൻ എടുക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് നന്നായിട്ട് ഇവിടെ തോന്നിട്ട് കാര്യമില്ല കേട്ടാ. ഇതൊക്കെ അതെനിക്ക് ഉടായ്പായിട്ട് തന്നെ ഫീൽ ചെയ്ത കേട്ടാ. സത്യമായിട്ടും ആയി. എന്തോ പുതിയ ഉടായ്പ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവന്മാര്. കേവി ആയിട്ട് സിറ്റുവേഷൻ ആയിരുന്നു പെട്ടെന്നല്ല. എടാ ഇത് പറഞ്ഞേ സംസാരിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ വണ്ടി എടുത്ത് വിട്. എടാ എത്രടാ പോസ്റ്റൽ കോഡ് എത്രടാ? 7041. എടാ 7041 മാർക്ക് ചെയ്തടാ. 41. ഇനി മാർക്ക് കാണിക്കുന്നില്ല. നേരെ പോണ എന്നാ ഗ്യാങ് മീറ്റിങ്ങിന് 16 വരെ ഉള്ളൂ. അല്ലടാ കൊറേ പേര് കൊമിക്കോണിനോ അതിനൊക്കെ പോയേക്കോ. ഇന്ന് ഓൾറെഡി പറഞ്ഞു ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. പ്രധാന പ്രശ്നക്കാരന്മാരൊന്നും ഇല്ലാണ, അപ്പൊ എല്ലാരും വേണം. 704 അളിയ ഇത് എവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കളിയാ? മാർക്ക് ചെയ്ത് നേരെ പോ. എനിക്ക് കാണിക്കുന്നില്ല. ഞാൻ ഓടിക്കട്ടെ അല്ലെങ്കിൽ മാർക്ക് ഇതാ. കിട്ടി 70. അണ്ണാ തല്ല് കിട്ടിയായിരുന്നോ? തല്ല് കിട്ടിയോ? വന്നോണ്ടിരിക്കുക വെയിറ്റ്. തമാശയാണോ ഇതുമാതിരി കാണിക്കണം അതോ ഇത് സീരിയസ് ആയിട്ട് പറയണോ? അണ്ണാ ഇവന്മാർ തമാശയാണോ സീരിയസ് ആണോ എങ്ങനെ അറിയാം? എനിക്കിത് ആദ്യം കേട്ടപ്പോ തമാശ ഇട്ടത് ഇപ്പൊ സീരിയസ് ആയിട്ട് തോന്നുന്നു. ഞാനെവിടെ കയറിയില്ല. മിസ്റ്റർ എക്സ് എന്താ നിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോ ലാസ്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്താ? നിനക്കൊരു വൈക്ലഭ്യം? ഇല്ല എനിക്ക് ഒന്നുമില്ല. എന്നാലും പറഞ്ഞത് ഞാൻ പറയട്ടെ, നീ കുറച്ചും കൂടെ ആലോചിച്ചൊക്കെ നീ ബിഹേവ് ചെയ്യണ ചന്ദ്ര. നമ്മുടെ അൾട്ടിമേറ്റ് നമ്മൾ തന്നെ അതാണ്. പക്ഷെ അവരുടെ ഇതില്ലാതെ നമുക്കിവിടെ കളിക്കാൻ പറ്റൂല. അത് നീ മനസ്സിലാക്ക്. ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ചില സമയത്തുണ്ട് ഇവരൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യണം. അങ്ങനല്ല ചിലവരുണ്ടെണ്ണ, ചിലർ സംസാരിക്കുന്ന ചില സമയത്ത് ചില രീതികൾ ഭയങ്കര റോങ് ആണ്. മാർക്കിലാണോ? നമ്മള് പറഞ്ഞത് കേൾക്കുന്നില്ല. എനിക്കും അടുത്ത് ഹലോ കാർലോ എന്ത് പറ്റി? കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെന്ത് സംഭവം? എന്താ സംഭവം? എന്തായാലും സിറ്റുവേഷൻ ഉള്ളവര് മാത്രം ഒന്ന് ഇഷ്ടം അങ്ങോട്ട് വരാമോ? ഇതെന്തോ മുട്ടോടായിപ്പാണ്. എനിക്ക് 100% ഉറപ്പാണ്. ഇതെന്തോ എല്ലാരും വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ കാർലോ ഡ്രസ് പോലെ എനിക്ക് പുറകിൽ പരിവാസം കേട്ടാ. അത് MRCയുടെ ഗ്യാങ് ഹൗസ് അല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെ നിന്നെയൊക്കെ വിടല്ലോടാ. നിന്നെയൊക്കെ
എടാ ഗോകു നിനക്ക് കേട്ടല്ലോ തൂറി കവർ കെട്ടി എറിഞ്ഞു തരണം നിന്റെ കേട്ടാ അഭിനയം എന്നൊക്കെ പറഞ്ഞ പേരടിച്ചല്ലേ വാസ്തു കാറിലത്. അണ്ണാ അണ്ണാ കൊറേ പേർക്ക് മനസ്സിൽ അഭിനയം എനിക്ക് ആദ്യം കേട്ടപ്പോ പ്രാങ്കാന്ന് മനസ്സിലായിട്ടാ, പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ സീരിയസ് ആവാൻ തമാശയാണെന്ന് മനസ്സിലാവണില്ല. അതെ അതെ എനിക്ക് പ്രാങ്കെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് ഇവരെ അഭിനയം കാണുമ്പോ എനിക്ക് തന്നെ ഡൗട്ട് അടിച്ചു, ഇത് ശരിക്കും ഇവര് സിറ്റുവേഷൻ ആയതാണോ അഭിനയിക്കാണ്. ഇത് രണ്ടിലും പേരടിച്ചല്ലേ, അത് കൊള്ളാം. സെറ്റ് കൊറേ നാളായി ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടല്ലേ. സത്യം എന്റെ അമ്മ എത്ര കാലം ഈ സാമാനത്തിന് വെയിറ്റിംഗ് ഡെബിലാണ് ഇതിന്റെ പിന്നിൽ ഇതെല്ലാം വർക്ക് ചെറിയ കുറച്ച് ഈഗിൾ ബ്രോയുടെ വണ്ടിയിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. നാളെ അപ്ഡേറ്റില് മാറും. സോറി വണ്ടിയിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് അതിലേക്ക് നാളത്തെ അപ്ഡേറ്റില് എന്തായാലും മാറും. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നാളത്തേക്ക് കിട്ടിയാൽ മതി. വേറെ പരിപാടി ഇതിപ്പോ നിങ്ങളുടെ ഗാരേജിൽ ആടാവും. ഓക്കെ ഞങ്ങള് വെയിറ്റിംഗിലായിരുന്നു കാരണം മീറ്റിംഗിലായിരുന്നു. ഈ സ്ഥലം അപ്പാപ്പിനെ വിളിക്കണേ, പുള്ളി ഐസിയിലായേ. കാറിലൊരു കാര്യം പറട്ടാ, അന്ന് നോക്കി ഗ്രൗണ്ടിൽ തള്ളായിരുന്നു പ്ലാന്. നിങ്ങള് ഒരു കാര്യം ചെയ്യും, രണ്ടുപേരൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി. പണ്ട് ഒരു മീറ്റിംഗ് നടന്ന സ്ഥലം. ഓ അതാ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഓർമ്മയില്ലായിരിക്കുമോ? ഹോക്കി ബ്രോ ആയിട്ട് അണ്ണാ പ്ലാൻ ചെയ്ത് KVL ഹോക്കി ആണല്ലേ? നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പ്ലാനിന്റെ സെറ്റാണ്. പക്ഷെ ഇന്ന് അത് എന്തായാലും വർക്ക് ഇത് അടിയാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇന്നും കൂടെ ഞാനിപ്പോ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളു. ഇവിടെ നിൽക്കുന്ന ആര് എനിക്ക് ഏബലും അൾട്രോണിന് മാത്രം അടിയായെന്ന് വീണ്ടും ലോക്ക്ഡൌൺ അണ്ണ എന്റെ AR-ന്റെ ഡ്യൂറബിലിറ്റി തീർന്ന്. ആണെങ്കിൽ നീ കുറച്ച് ദിവസം വെടി വെക്കണ്ട അണ്ണ, അങ്ങനെ പറയല്ല. അണ്ണാ ഇങ്ങനെ തന്നെ വണ്ടി ഇട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കാം. ഞാൻ ജസ്റ്റ് ഓടിച്ചു നോക്കട്ടെ വണ്ടി ഒന്ന്. വണ്ടി തിരിച്ചിട്ട് ഈനൊക്കെ അണ്ണനൊന്നും പേടിച്ചില്ല. അണ്ണൻ പേടിച്ചു. ആദ്യം എനിക്കറിയാൻ ഇത് പ്രാങ്ക് ആണ് ആദ്യം. പിന്നെ എന്റെ അഭിനയം നിന്റെ അഭിനയത്തിലാണ് എനിക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയത്. റേഡിയോ കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. അതാ പറഞ്ഞത് എനിക്ക് എന്തായാലും അറിയത്തില്ല. പക്ഷെ ഏബിലെ താളം കേട്ട മനസ്സിലായി. ഏബിലെ താളം കേട്ട മനസ്സിലായി എനിക്ക്. ഇല്ല മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം, ഈ വണ്ടിയുടെ സൈസ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? മറ്റേ ജിമ്മിനിയുടെ പോലെ ആയതുപോലെ, ഒരു ബ്രോങ്കോടെ ഇതല്ലാതെ ജിമ്നി പോലെ ആയതുപോലെ തോന്നുന്നു എനിക്ക്. സൈസ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അന്നാ തെറി വിളിക്കുന്ന നോക്കൂ അനാവശ്യമായി. ഞാൻ അത് പറയാം. തെറി വിളിക്കലേ ഗോകു അവനെ. ഗുഡ് ബൈ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും മോബിയാണ് ഗുഡ് ബോയ്സ്.
ഇതിനകത്തുണ്ടായിരുന്നില്ലേ ആശ അത് എല്ലാം സെറ്റായോടാ റാം അടിച്ചു പിസിയുടെയോ അതെ റാമിനൊക്കെ ഇപ്പൊ കിഡ്നിയുടെ വിലയാ അതിപ്പോ ലാപ്പിൽ തന്നെ ചരിച്ചു വെച്ചോളാം ബോബിന്റെ പി സി അവന് കൊടുത്ത് ഇത് എവിടെയായിരുന്നടാ സ്ഥലം? ഓ ഇത് മറ്റേ ഇത് എന്തോ 4 ഇൻഡിക്കേറ്റർ എന്തോ ഓണോ ഇതിന്റെ ആരോ ഇതിനു വേണ്ടിട്ട് ഓണാക്കിട്ടെ ഈലെ ഓ പഴയ പോലെ പറക്കുമെന്ന് നോക്കിയില്ലല്ലോ അണ്ണാ. പറക്കത്തില്ല സ്പീഡ് കുറച്ച് കുറവാ. സെറ്റ് ആണ് അത് കൂട്ടാ ഞാൻ പറഞ്ഞു കൂട്ടാ സെറ്റാക്കാം മാറിയടാ ഞാൻ തിരിച്ചിട്ടോടാ മാറി. ഞാൻ ഈ ചുമല ഡ്രസ് ആണ് കേട്ടാ പ്ലാൻ ചെയ്തത്. പറയടാ. എനിക്കറിയാം ഓർമ്മയുണ്ട്. പിന്നെ എനിക്കറിയാം അതെല്ലാം നോക്കിട്ട് നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മള് പ്ലാൻ ചെയ്തത് TVS വാർ നടന്ന മലയാണ് ആദ്യം നോക്കിയത്. പിന്നെ അത് അവിടെ ആവുമ്പോ കുറച്ചുകൂടെ റിയലിസ്റ്റിക് വരുവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ആക്കിയത്. കുറുപ്പ് എന്തിയടാ? കുറുപ്പ് എവിടെ? മീറ്റ് ചെയ്യാൻ കുറെ നേരമായിട്ട് ശ്രമിക്കുവാ, പക്ഷെ നടന്നില്ല കേട്ടോ. അതെ ഹലോ കുറുപ്പേ. ഓ നല്ല മുച്ചിരി കറക്റ്റ് ആ ഗാംഭീര്യം ഉണ്ട് കേട്ടോ നിനക്ക് സൗണ്ടിന്. പറഞ്ഞാളിയാ നീലന്റെ ഒക്കെ അഭിനയം കേൾക്കണമായിരുന്നു ഇതിനകത്ത് കേട്ടാ. നീല ശരിക്കും ഒരു 4 പേര് എന്നെ ഫോൺ വിളിച്ചു അണ്ണാ ഇഗ്നോർ എന്റെ ഓർമ്മ പോവും. അതെ ഈ പുള്ളിയാണ് സെറ്റ് ചെയ്താണ്. അതെ ബ്രോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വണ്ടിയുടെ ഈ സൈസ് കുറഞ്ഞതുപോലെ ഒരു ചെറിയ ഫീൽ വരുന്നുണ്ട്. അത് ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി റീബാച്ച് ചെയ്ത, കാരണം ഒറിജിനൽ വണ്ടിയായിട്ട് സാമ്യം തോന്നാതുകൊണ്ട് കുറെ മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട്. അതാണ് കുറച്ച് കണ്ടീഷൻസ് ഒറിജിനൽ കിറ്റിന്റെ ഉണ്ട്. അതാണ് കോപ്പിറൈറ്റ് ഉണ്ടല്ലേ റിയൽ വണ്ടി, അത് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ബ്രോങ്കോയുടെ ഫ്രണ്ട് ബാക്കും അല്ല അത് ലിറ്ററലി കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതാണ് ആ ചേഞ്ചസ് വന്നത്. ഇങ്ങനെ ഉദ്ദേശിച്ചതല്ല ഇറക്കാൻ, വേറെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇറക്കുന്നുള്ളൂ. അതൊരു ടൈം എടുത്തിട്ട് കോൺസെപ്റ്റ് മൊത്തത്തിൽ മാറ്റി ഇറക്കാനുള്ള ഇത് ഉണ്ട്. അത് കാരണം എന്താ വെച്ചാൽ കുറെ ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബ്രോങ്കോ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് പിന്നെ ഇന്ന് 2 പേരും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഇന്നലെ ആക്കാന്ന് വിചാരിച്ചു. നമുക്ക് എല്ലാവർക്കും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ? ഈ വണ്ടി എടുത്ത് എടാ നമ്മുടെ എല്ലാരും ഗ്യാങ്സ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നടാ കുറച്ചുകൂടെ. പടയെന്ന് ഗ്യാങ് ഡ്രസ് ഇട്ടായിരുന്നു കൊള്ളായിരുന്നു. കാര്യമില്ല, അതാണ് വേറെ കാര്യം. നീ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോട്ടെ. ഗൈസ് ഞാൻ വേറെ കാര്യം പറയട്ടെ, സാഗുരു ഇന്ന് റിയൽ ലൈഫില് ആസ്റ്റൺ മാർട്ടിൻ എടുത്തു. പുള്ളിയുടെ വണ്ടി നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അമ്മ കണ്ട് കിളി പോയി. എന്റെ അന്ന് ലൈവ് പറഞ്ഞില്ലായിരുന്നോ കേസ് അത് ബുക്ക് ചെയ്തേക്കുവാണെന്ന്? അതെ ഞാൻ വണ്ടി കാണിച്ചുതരാം. ഇതുണ്ടോ? എന്ത് സാധനമല്ലേ നമ്മൾ ഇതിനകത്ത് ഓടിച്ചോണ്ട് നടക്കണതൊക്കെ അങ്ങനെ അവിടെ റിയൽ ലൈഫിൽ ഓടിച്ചോണ്ട് നടക്കണേ. ഇല്ല ഞാൻ വന്നേ നമ്പർ ഒന്നും അതിനകത്ത് കാണുന്നില്ല. അതേപോലെ ഇപ്പുറത്തെ എടുത്തിട്ട് നമ്മൾ അതിന്റെ സൈഡും അവരവരുടെ സൈഡും. എങ്ങനെ കേട്ടില്ല? അണ്ണ അങ്ങോട്ടിടാ അവിടെ വണ്ടി കറക്റ്റായിട്ട് വണ്ടി എടുത്തിട്ടാ ഷോട്ടക്സ് എടുത്തിട്ടാ. വേടാടാ എന്റെ ഫോൺ ഓഫാ. പറഞ്ഞോ പ്രാങ്കിനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാല്ലേ? ഇപ്പോഴുള്ള
ഞാൻ ആ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം എനിക്ക് ഉറപ്പായിരുന്നു ഇത് പ്രാങ്ക് ആയിരിക്കുമെന്ന്. കാരണം ഇവന്മാരുടെ കെണ്ട അഭിനയം കണ്ടപ്പോഴേ എനിക്ക് പ്രാങ്ക് ആണെന്ന് മനസ്സിലായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഹരിയുടെ ഒക്കെ കോള് കേട്ടപ്പോ അല്ല നീലന്റെ ഒക്കെ കോള് കേട്ടപ്പം എനിക്കിത് ശരിക്കും സിറ്റുവേഷൻ ആണോന്ന് തോന്നിപ്പോയി. അതില് ഒരു സത്യസന്ധമായ കാര്യം എന്താ വെച്ചാല് ഞങ്ങള് അഭിനയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏബലിന്റെ അഭിനയം കണ്ടി അഭിനയം അതിലാണ് എനിക്കിത് സത്യം പറഞ്ഞ എനിക്കിത് പ്രാങ്ക് ആണെന്ന് നിന്റെ അഭിനയം മനസ്സിലായത്. പോരായിരുന്നു മനസ്സിലായി. എന്റെ അഭിനയമാണ് ആ ഗോകുവിന്റെ ഭയങ്കര ഇവരെ മോബിയുടെയും ഗോകുവിന്റെയും ഇവന്റെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ഭയങ്കര ആകെ എനിക്ക് മന്ദാരോടുണ്ടോ എട്ടറ്റക്ക് വന്ന് ആകെ എനിക്ക് നന്നായിട്ട് തോന്നിയത് നീല അഭിനയം അല്ലായിരുന്നു പിന്നെ അറിയണം. പക്ഷെ എനിക്ക് നല്ല അഭിനയമായിട്ട് തോന്നിയത് നീലന്റെ ആയിരുന്നു. ആർക്കും അറിയത്തില്ല. എന്തായാലും നന്നായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാ. മറ്റുള്ള കുറെ പേർക്ക് ഹാപ്പി ആയത് അങ്ങോട്ട് പേടിച്ചേ. ഇവിടെ അടിപൊട്ടിയപ്പോ പല ചർച്ചയായിരുന്നു കേട്ടോ. റെഡി ആയിട്ട് വന്നതാ യുദ്ധ വടിയൊക്കെ എടുത്തുന്ന കേട്ടോ. നമുക്കൊരു ഫോട്ടോ എടുക്കാം. എല്ലാരും അങ്ങോട്ട് നിന്നതിനാല് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. അളിയാ ജിഗുരു അവളെ നിന്നെ കൊറേ വിളിച്ചതിന് കിട്ടിയില്ല. ഇവനെന്താ ചമ്മണം വണ്ടിമല്ലടാ എടാ ബാക്കിൽ പോയി നിക്കടാ. ബാക്കിൽ പോയി നിക്കടാ. വണ്ടിയിലല്ല വണ്ടിയിൽ എണ്ണ മാത്രം മുച്ചിരി എനിക്ക് അങ്ങനെയല്ല സ്റ്റെയറിൽ നിക്കാം. അതാകുമ്പോ മിക്സ് ആയിട്ട് നിക്കാം. സ്റ്റെയറിൽ ഷഫിളായിട്ട് നിക്കാം. നിങ്ങൾ രണ്ടുപേരും മാത്രം വണ്ടിയിലൂടെ ഞങ്ങള് പച്ചവണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കാം. ഇല്ല ഈ നമ്പർ പ്ലേറ്റ് എന്താ വേണ്ടേ? എനിക്ക് വാസു ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടേബിൾ ഒരുമിച്ച് ഞാൻ നമ്പർ പ്ലേറ്റ് ചെയ്താൽ നോക്കട്ടെ. എനിക്ക് വണ്ടിയിൽ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. ടിൻഡു എന്നായിരുന്നല്ലേ ഞാൻ മറന്നുപോയി. ആ എന്തോ ടിൻഡു മതി ചേട്ടാ നമ്പർ പ്ലേറ്റ്. ഓക്കെ കളറും കൂടെ ഒന്ന് റെഡാക്കി അങ്ങനെ. അറിയത്തില്ല ഇടയ്ക്കിടയ്ക്കല്ലേ അപ്പുറത്തേക്ക് പോയി നിൽക്കുക. வண்டி மேல இருந்தாலே பெட்டர், பின்னாடில இருந்து காண முடியாதுன்னு நினைக்கிறேன். എന്താ സാബു എന്താ வண்டி மேல நின்னா பெட்டர். ഇല്ല വണ്ടി മേലെ വേണ്ട ഇങ്ങനെ മതി. പെട്ടെന്ന് നിക്കടാ, അതിന് റെക്കോർഡ് ചെയ്യട്ടെ. ദൈവമേ രാവിലെ ആക്കാവോ? ദൈവമേ ഇവിടെ ദൈവം ശശി മച്ചാൻ രാവിലെ ആക്കാവോ? രാവിലെ ക്ലൈമറ്റ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇവിടെ. കാർലോ ലീൻ 4. ഓ ഇതിന്റെ ഇത് നോക്കിയേ. കാർലോടെ ഇതിനകത്ത് ഹെഡ്ലൈറ്റിൽ ആ ലോഗോ കണ്ട. കേറാൻ പറ്റുന്നില്ല എനിക്ക്. ഇവിടെ കേറാൻ പറ്റാത്ത. ഹലോ എനിക്ക് നിന്നെ കാണിക്കുന്നില്ല. ലെറ്റ്സ് ഗോ. എനിക്കിവിടെ താഴെ അല്ല. നീ താഴെ നിക്കുന്നതാ. എല്ലാരും റെക്കോർഡ്. വീട് മേല്. പേടിക്കണ്ട എന്റെ ഫോൺ. എന്തൊരു വൃത്തിയല്ലേ എന്റെ അമ്മോ. എത്ര നാളായല്ലേ നിങ്ങളൊക്കെ. ഈ ഫോട്ടോ എടുക്കുന്ന LST അവനെവിടെ? എന്തൊരു പ്രത്യേക സന്തോഷം കേട്ടോ സത്യം പറഞ്ഞ കേസ്.
കാരണം അത്രയ്ക്കും ഇതായിട്ടുണ്ട് എന്നുവെച്ചാ വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും നമ്മള് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ട സമയത്ത് ഞങ്ങൾക്ക് ഒന്നും മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ മിണ്ടാതെ പോയിട്ടുണ്ട്. ഞാനും കാസ്ട്രോ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ അയ്യോ അത് ആലോചിക്കാൻ പോലും വയ്യ. അത് സത്യം പറഞ്ഞു അല്ല എനിക്കൊരു കാര്യം പറയണ്ട. കാർലോ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കുറച്ച് നാൾക്ക് മുമ്പേ എനിക്കിത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്നും എക്സ്പ്രസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു 3-4 മാസം മുമ്പ് എനിക്കൊരു നല്ലൊരു നമ്മുടെ ടി വിയിലൊരു നല്ലൊരു ഡൗൺ ടൈം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആലോചിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 100% ഉറപ്പാണ്. അതായത് നിങ്ങളെ അന്ന് ഞങ്ങളെ ഇതിനകത്തു നിന്നെല്ലാം ഇന്ന് കരകയറ്റാൻ വേണ്ടി വന്നത് അപ്പാപ്പനാണ് മെയിനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിൻ്റെ ഒരു പില്ലറായിട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. എന്നിട്ടും ഞാനിതുവരെ കണ്ടിട്ടില്ല പുറത്തും അകത്തും നിങ്ങൾ അതിൻ്റെ രീതിയിൽ കുറ്റം പറയണതോ അല്ലെങ്കിൽ അപ്പാപ്പൻ്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയണത് കേട്ടിട്ടില്ല. ഞാനിത് പലവട്ടം ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റാർട്ട് അവിടെ ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഇത് ഞങ്ങൾ എന്നെ നിർത്തിപ്പോയേനെ. ആൻഡ് കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും അറിയാത്തതായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് തൊട്ടേ ശരിക്കും തീരുമാനിച്ചു തുടങ്ങിയത് KVA ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കലെന്ന്. പക്ഷെ പലപ്പോഴും സിറ്റിയിൽ നമ്മുടെ കൂട്ടത്തിലെ പിള്ളേരെ സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അടിയും വഴക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ സമയത്താണെങ്കിൽ പോലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നപ്പോഴാണെങ്കിലും ഞാനിത് അടിച്ചു തീർക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വരട്ടെ, പണ്ടത്തെ പോലത്തെ ഒരവസ്ഥ ഇനി വരാതെ നോക്കിയാൽ മതി എന്നുള്ളൊരു രീതിയിൽ എടുത്ത് തീർക്കാന്നുള്ളൊരു രീതിയിൽ വരെ ചിന്തിച്ചല്ലേ. ഇനിയാണെങ്കിലും രണ്ടാമതൊരു ഫൈറ്റ് എടുത്ത് തീർക്കാമെന്ന് വരെ ചിന്തിച്ച സമയമുണ്ട്. പക്ഷേ ഈ ഒരു കറണ്ട് സെനാറിയോയിൽ കാർലോ ഞാൻ തുറന്നു പറയാൻ റെഡിയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ഗ്യാങ്ങിനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് KVA അടിക്കാണ്. അത് വേറെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു ഗ്യാങ്ങിനെ അടിക്കാൻ വേണ്ടി അങ്ങനെ നിന്നിട്ടില്ല. അത്രയും പ്രാക്ടീസും ചെയ്തിട്ടില്ല, അത്രയും ഇതാക്കിയിട്ടില്ല. സോ ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് അത് വന്ന ഇതിന്, അതായത് പണ്ട് തൊട്ടേ ആ വന്ന ഒരു ഇതിന് ഫോണൊന്നും കിട്ടിയ പണ്ട് തൊട്ടേ ആ വന്നൊരു ഇതിൽ ഞാൻ പറയുന്നതാ. അല്ലാതെ ഈ ഒരു മൊമെന്റിൽ നമ്മളിതായിട്ട് പറയണതല്ല. അത് പല ടൈമിലും അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് അതിന് വിട്ടുപോയൊരു കാര്യമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഗ്യാങ്ങിൽ ഒരു അപ്പാപ്പൻ ഇറങ്ങിയ സമയത്ത് നിങ്ങളുടെ അകത്തു നിന്ന് ഈ 2-3 സിറ്റുവേഷൻ നിങ്ങൾ വീണപ്പോഴത്തേക്കിന് അത് എന്നെയും ഭയങ്കരമായിട്ട് ബാധിച്ചു തുടങ്ങിയതാണ്. കാരണം കുറേ പേര് പറഞ്ഞു തുടങ്ങി വേറൊരു ഗ്യാങ് നശിപ്പിച്ചിട്ടാണ് ഞാനൊരു ഇത് അങ്ങനെ അവിടുന്ന് ഹിറ്റ്മാൻ ആണെങ്കിലും എല്ലാവരും നിങ്ങളെല്ലാം ഈ ഗ്യാങ് തിരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഡൗണിലേക്ക് പോകാൻ എന്തായാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത് സിറ്റിയിൽ ഒരു ഗ്യാങ്ങിന് നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യത്തിലൊക്കെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റുമോ കാർലോ, ആ കാര്യത്തിൽ അങ്ങനത്തെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ പിള്ളേർ സെറ്റ് എല്ലാവരും കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലെ പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് സന്തോഷത്തോടെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് RP ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അത് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ എത്ര വലിയ ഞങ്ങളുടെ റൈവലറി ആണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല. വിൽ ബി വിത്ത് യു ഗൈസ് ആൻഡ് താങ്ക് യു. അത് എനിക്ക് പറയാം, ഒരുപാട് നാൾക്ക് മുമ്പേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാർലോ അടുത്ത്. അപ്പാപ്പനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ അടുത്തോട്ട് വിട്ടതിനും ഈ ഗ്യാങ് ഇപ്പോൾ ഇങ്ങനെ ഇലവാക്കി അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് നിർത്താൻ പറ്റിയതിലും ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് KVA എല്ലാ മെമ്പേഴ്സിനോടും അതേപോലെ തന്നെ കാർലോയോടും പ്രത്യേകം പറയണം എന്ന് തോന്നി. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഞങ്ങളും അല്ലെങ്കിൽ നമ്മള് ഒരു കൊല്ലം മുന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടും ആരും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അല്ലെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന പോലെ നമുക്ക് സിറ്റിയില്. സോ ഇപ്പൊ ഇങ്ങനെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇനി അങ്ങനത്തെ ഒരു പഴയ ഒരു ഇതിലോട്ട് പോകാൻ ഒരു താല്പര്യമില്ല നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിലും. ഇപ്പൊ ഇവിടെ ഉള്ള ആർക്കും അങ്ങനത്തെ ഒരു താല്പര്യമില്ലാടാ. അപ്പോ ഒത്തിരി സന്തോഷം ഇതായിരുന്നല്ലോ, എനിക്കൊന്നും പറയണ്ട കാരണം ഇവിടെ സത്യം പറയാം.
ഹഗ്ഗിലേതാ ഇട്ടിട്ട് വന്നില്ല. അണ്ണനിക്ക് താല്പര്യം വന്നില്ല, കാർല വന്നില്ല. ഇവിടെ ഞാനൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ ലവാണോ? എനിക്ക് ഞെക്കാൻ പറ്റത്തില്ല. ആടി പൂക്കിറ്റ് പരി. എല്ലാരും ഒന്ന് പരിചയപ്പെട്ടൊക്കെ ഇരിക്കണത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവർക്കും അപ്പിയറൻസും മുഖവും അല്ലെങ്കിൽ ഈ പറയുന്ന ശബ്ദവും അറിയത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാമന്റെ സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതെല്ലാരും ഒക്കെ ഒന്ന് ഞങ്ങള് ഫാമിലിയിലുള്ള എല്ലാരുമായിട്ട് ഗ്യാങ് ഹൗസിലോട്ട് വരാം. എല്ലാരും ഇല്ല. അപ്പൊ എല്ലാരും വരുന്ന ദിവസം എല്ലാവരും ഇല്ല. ഹിറ്റ്മാൻ ഒന്നും വന്നില്ല. ഇല്ല നെറ്റൊന്നും വന്നിട്ടില്ല, കേറില്ല. അപ്പൊ നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം. നമുക്ക് നിങ്ങളെ ഗ്യാങ് ഹൗസിലായി നമ്മുടെ ഗ്യാങ് ഹൗസിലായിട്ട് നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു. അപ്പൊ നമ്മളുണ്ടാവും കാരണം എന്തുണ്ടെങ്കിലും 2 വളവിനപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെ വന്നാൽ മതി. അല്ലെ, ഇവിടെ വിളിച്ചാൽ മതി. ഞങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ 2 വളവ് ഇപ്പുറത്ത് ഞങ്ങളും വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അല്ല, എനിക്ക് ജസ്റ്റ് എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് ചോദിക്കാനുള്ളൂ. ലൈക്ക് വാസുറോയുടെ അടുത്തും കാർലോസ് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഹാപ്പിയല്ലേ ഇന്നത്തെ ഇതില് സാധനത്തില്? ഉറപ്പായിട്ടും. എടാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് കുറെ നാളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം വെച്ചാ. കാറിലാണേലും ഞാനാണേലും കുറെ ട്രൈ ചെയ്യുന്നുണ്ട് ആയിരുന്നു. വെളിയിൽ വയലിലും പുറത്തായാലും ഞങ്ങളിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു പെർട്ടിക്കുലർ മൂമെന്റിൽ ഞാൻ അത് തെറ്റായിട്ട് പറയണില്ല. അതിപ്പോൾ KVL ഉള്ളതാണെങ്കിലും TV ഉള്ളതാണെങ്കിലും നിങ്ങളൊക്കെ പല പല PvP സെർവറുകളിലൊക്കെ കളിക്കുന്നത് കൊണ്ട് ഉള്ള ഈ ഗ്രഡ്ജും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഒന്ന് റെഡിയായി വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രിഗർ ആവും. അങ്ങനെ വന്ന് കുറേ ഇൻട്രപ്ഷൻ നടന്നു. പക്ഷെ അത് ഇനി വരലെന്നൊരു ആഗ്രഹമുണ്ട്. ആൻഡ് പറഞ്ഞല്ലോ ഞാൻ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ തത്സമയത്ത് കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അന്നത്തെ ഒരു അടിയും വഴക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പറ്റാത്ത മൊമെന്റ് ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാർലോക്ക് അറിയാം, ഡോക്കി എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരിക്കലും ഇനി KVA വരരുത് എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇതൊരു ഫ്രണ്ട്ലി. ഞാനിപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾക്കൊരു ബ്രദർഹുഡ് ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയാൻ ആരും വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നത് ഞങ്ങൾ. അവിടെ നിന്നാണ് ഞങ്ങളിപ്പം അത് പറയണമെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അത് ഈ സിറ്റിയിൽ എന്തായാലും അത് KVA ആയിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം സത്യം പറഞ്ഞാല് സെറ്റ് ചെയ്ത് ഞാനാണെങ്കിലും ഫുൾ പ്ലാന് ഹോക്കിയുടെ ആണ്. ഹോക്കി കുറെ അതിന്റെ അടുത്ത് ഈ സംഭവം പറഞ്ഞായിരുന്നു. അപ്പൊ കുറച്ച് ഡിലേ വന്നത് ആ ഒരു ഇത് ആവാനുണ്ട്. ലൈക്ക് എന്താ പറയുക, ഒരു വൃത്തിയോടെ നടക്കാൻ വേണ്ടി ആയിരുന്നു എത്ര ഡിലേ വന്നത്. എല്ലാം ഹോക്കി ആയിരുന്നു പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. അയ്യോ, ഒരു അഭിനയം കണ്ടിട്ട് ഒരു നിമിഷം ഞാൻ പേടിച്ചു. ശരിക്കും എനിക്കറിയായിരുന്നു അത് എനിക്ക് പ്രാങ്കാന്ന് അറിയാം. കാരണം എന്നോട് പറഞ്ഞത് ബ്രോങ്കോ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഞാനിത് ബ്രോങ്കോന്റെ പ്രാങ്കാന്നുള്ളതെല്ലാം വന്നല്ലോ. പക്ഷെ ഇവര് സംസാരിക്കണപ്പോ ഒരു നിമിഷം ശരിക്കും പ്രാങ്ക് തന്നെയാണോ, ശരിക്കും അടിയാതാണോ വിചാരിച്ചു. അത്ര അടിപൊളി അഭിനയായിരുന്നു പറയാൻ. അയ്യോ, എന്തായാലും സത്യം പറഞ്ഞ പ്രതീക്ഷയില്ല. ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം. ചന്ദ്രൻ ഇറങ്ങിയാ. ചന്ദ്രൻ പുറത്തൊരു പരിപാടി കൊണ്ട് ചന്ദ്രൻ ഇറങ്ങിയായിരുന്നു. ഓക്കെ, അപ്പൊ കാണാൻ കാറില്ല. കണ്ണ അവരെല്ലാം കൊമിക്കോണിന് പോയേക്കോ. കൊമിക്കോണിന് തിരിച്ച് വീട്ടിലെത്തുന്നതേ ഉള്ളൂ. ഓക്കെ കാറില്ല. അപ്പൊ ശരി, അപ്പൊ പോയിട്ട് വരാം. ബൈ ബൈ.